സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവർ, പാഠഭേദത്തിൻ്റെ ഒരു പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യാണ്. കുഞ്ഞ് ആലിൻ്റെ മരണം അത് നമ്മളെ വേദനിപ്പിച്ചു. അതോടൊപ്പം തന്നെ ആ കുടുംബത്തോട്, കുഞ്ഞ് ആലിനോട് ഉള്ള ബഹുമാനം വർദ്ധിപ്പിച്ചു. ദേശീയ മാധ്യമങ്ങളൊക്കെ ആലിനെക്കുറിച്ചുള്ള വാർത്തകൾ പ്രസിദ്ധീകരിച്ചുകൊണ്ട് ഇരിക്കുന്നു. ഔദ്യോഗിക ബഹുമതികളോടുകൂടെ ആലിൻ വിട വാങ്ങി. ഇതൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട വാർത്തയാണ്. ആലിൻ്റെ മരണം കേട്ടപ്പോൾ തന്നെ, ആ സംഭവങ്ങൾ മനസ്സിലാക്കിയപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വന്ന ഒരു ചെറിയ ചിന്ത, കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ചും കേരളത്തിൽ വാഹനാപകടങ്ങളിൽ മരിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം, അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ അന്ന് തന്നെ ചിന്തിച്ചു. നമുക്കറിയാമല്ലോ, ആ കുഞ്ഞിൻ്റെ മരണം ഉണ്ടാക്കിയ ഒരു സെൻസിറ്റിവിറ്റി. പെട്ടെന്ന് ഞാനങ്ങനെ ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ ആളുകൾ ആ വീഡിയോയോട് എങ്ങനെ പ്രതികരിക്കും എന്ന ഒരു ചിന്ത 2-3 ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ വാർത്തയുടെ ആ ചൂടൊന്ന് തണുത്ത് കഴിയുമ്പോൾ അത്യാവശ്യമായിട്ടും പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കണമെന്ന് ചിന്തിച്ച ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. ഞാൻ ഈ വീഡിയോ ചെയ്യുവാൻ രണ്ടാമത് എനിക്കൊരു പ്രേരണ ലഭിച്ച കാര്യം, വളരെ തിരക്കുള്ള ദിവസമായിരുന്നു ഇന്ന്. അതായത് നമ്മുടെ റെക്കോർഡ് ചെയ്ത വീഡിയോ പോലും ഇന്ന് വൈകിട്ടാണ് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ രാവിലെ ഇട്ട വീഡിയോ പോലും ഷെയർ ചെയ്തത്. മൊബൈൽ തുറക്കാനുള്ള സമയം പോലും കിട്ടിയില്ല. അപ്പോൾ വൈകിട്ട് ഞാൻ മൊബൈലൊന്ന് തുറന്നു നോക്കുമ്പോൾ പെട്ടെന്ന് കുഞ്ഞ് ആലിൻ്റെ മരണം അതിനെ പരാമർശിക്കുന്നൊരു വീഡിയോ മറുനാടൻ ഷാജൻ സക്രിയ ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടു. അദ്ദേഹത്തിൻ്റെ വീഡിയോയുടെ ആ ഒരു മുഖചിത്രത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഇനിയും കുഞ്ഞ് ആലിനെ പോലെ മറ്റു കുഞ്ഞുങ്ങൾ മരിക്കരുത്. ആ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ ആ വീഡിയോ ഞാൻ കണ്ടപ്പോൾ ഞാൻ പറയാനിരുന്ന അതേ കാര്യം തന്നെയാണ് ഷാജൻ സക്രിയ സാറും ആ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആ വീഡിയോയിൽ ഞാൻ 2 ദിവസം മുമ്പ് എന്ത് പറയാൻ ഉദ്ദേശിച്ചു അത് പറയണമെന്ന് ഉറപ്പിച്ച് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുകയാണ്. സാധാരണ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഇടയിലൊക്കെ ഒരു പറച്ചിലുണ്ട്, ഒരു തെറ്റിദ്ധാരണയുണ്ട്, കുഞ്ഞുങ്ങൾ രക്ഷപ്പെടും. അങ്ങനെ പറയാനൊരു കാരണം, ഈ പല അപകടങ്ങളിലും പ്രായമുള്ളവർ മരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ വലിയ പരുക്കൊന്നുമില്ലാതെ രക്ഷപ്പെട്ടിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനൊരു കാരണം, കൊച്ചു കുഞ്ഞുങ്ങളാകുമ്പോൾ ഈ അപകടം നടക്കുന്ന സമയത്ത് വണ്ടിയുടെയൊക്കെ ഏതെങ്കിലും ഒരു സ്പേസ് ഉള്ള ഭാഗത്തേക്കൊക്കെ വീണു പോകുമ്പോൾ അവർക്ക് വലിയ പരുക്ക് കൂടാതെ രക്ഷപ്പെടുന്നു എന്നുള്ളതാണ് ഒരു കാരണം. ശരീരം അത്ര വലുതല്ലാത്തതുകൊണ്ട് ഇടിയുടെ ആഘാതത്തിൽ തെറിച്ചു വീഴുന്നിടത്ത് സേഫായിട്ട് കിടക്കാൻ അതിന് കഴിയുന്നു. അതുകൊണ്ട് തന്നെ ഒരു തെറ്റിദ്ധാരണ ആളുകളുടെ ഇടയിലുണ്ട്, ഈ പ്രായമുള്ളവർക്ക് പറ്റുന്ന പോലെ അപകടങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പറ്റുകയില്ല. അതൊരു തെറ്റിദ്ധാരണയാണ്, അങ്ങനെയൊന്നുമല്ല. പലപ്പോഴും കുഞ്ഞുങ്ങൾ അപകടത്തിൽ മരിക്കുന്ന വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. ഇതിന് പ്രത്യേകിച്ചും കേരളത്തിലെ, ഇന്ത്യയിലെ പശ്ചാത്തലത്തിൽ ഇതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത്, കുഞ്ഞുങ്ങളെ വാഹനത്തിൽ കൊണ്ടുപോകുമ്പോൾ പാലിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മുടെ ആളുകൾ പാലിക്കുന്നില്ല. വിദേശ രാജ്യങ്ങളിൽ നമ്മൾ എവിടെ ചെന്നാലും, അത് ഗൾഫിലാണെങ്കിലും പാശ്ചാത്യ രാജ്യങ്ങളിലാണെങ്കിലും, കുഞ്ഞുങ്ങളെ ചൈൽഡ് സീറ്റിൽ മാത്രമേ ഇരുത്തുവാൻ പാടുള്ളൂ. പ്രത്യേകിച്ചും ഇത്ര വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾ. ആ കുഞ്ഞുങ്ങളെ ഒരു കാരണവശാലും ഫ്രണ്ട് സീറ്റിൽ ആരുടെയെങ്കിലും മടിയിലിരുത്തുകയൊന്നും ചെയ്യാൻ പറ്റുകയില്ല. ഇനിയും ഫ്രണ്ട് സീറ്റ് ഖാലിയാണെങ്കിൽ പോലും, ഇപ്പോൾ ഒരു കൊച്ചു കുഞ്ഞിനെ കൊണ്ട് അമ്മ ഡ്രൈവ് ചെയ്ത് പോകുന്നു, സെക്കൻഡ് റോയിലുള്ള അല്ലെങ്കിൽ പുറകിലത്തെ സീറ്റിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ചൈൽഡ് സീറ്റ് ഫിറ്റ് ചെയ്ത ശേഷം ആ സീറ്റിൻ്റെ അകത്ത് കുഞ്ഞിനെ ബെൽറ്റ് കെട്ടി ഉറപ്പിച്ചിരുത്താനേ പാടുള്ളൂ. ഇനി പുറകിൽ മറ്റാരെങ്കിലും കൂടെ ഇരിപ്പുണ്ടെങ്കിൽ പോലും അവരുടെ കയ്യിൽ കുഞ്ഞിനെ പിടിക്കാൻ പാടില്ല. അത് നിയമവിരുദ്ധമാണ്. കുഞ്ഞുങ്ങളെ അങ്ങനെ മുൻ സീറ്റിൽ യാത്ര ചെയ്യാൻ അനുവദിക്കുന്നത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ സെക്കൻഡ് റോയിലാണെങ്കിലും അവിടെ ആരുടെയെങ്കിലും മടിയിലോ കയ്യിലോ ഇരുത്തി അവരെ ട്രാവൽ ചെയ്യാൻ അനുവദിക്കുന്നത് നിയമവിരുദ്ധമാണ്. അത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. ആലിനെ പോലുള്ള കുഞ്ഞുങ്ങൾ മരിക്കാതിരിക്കണമെങ്കിൽ ഷാജൻ സക്രിയ സാറും അത് തന്നെയാണ് പറയുന്നത്. അദ്ദേഹത്തോട് ഈ വിവരം കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ ഒരു വോയിസ് മെസ്സേജ് ഇട്ടു പറഞ്ഞു എന്നാണ് അദ്ദേഹം തൻ്റെ വീഡിയോയിൽ പറയുന്നത്.
എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം ആലിൻ്റെ മരണം കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വന്ന ഒരു ചിന്ത, ഇന്ത്യയിലെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ നമ്മൾ അറിവുള്ളവരാണ്, വിദ്യാഭ്യാസമുള്ളവരാണ്, സാക്ഷരതയിൽ പരിജ്ഞാനത്തിൽ വളരെ മുമ്പിൽ നിൽക്കുന്നവരാണ് മലയാളികളെന്ന് നമ്മൾ അഭിമാനിക്കുന്നു. നിയമം പാലിക്കുന്ന കാര്യത്തിലും മലയാളികൾ മറ്റുള്ളവരെക്കാട്ടിൽ മുൻപിലാണെന്നൊരു വിശ്വാസം എനിക്കുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ കുഞ്ഞുങ്ങളെ ചൈൽഡ് സീറ്റിലിരുത്തി അതിനകത്ത് ബെൽറ്റിട്ട് മാത്രമേ സഞ്ചരിക്കാൻ അനുവദിക്കാവുള്ളൂ. പ്രത്യേകിച്ചും അങ്ങനെയല്ല കുഞ്ഞുങ്ങളെ വാഹനങ്ങളിൽ കൊണ്ടുപോകുന്നതെങ്കിൽ ആ ഒരു വാഹനത്തിനെതിരെ അല്ലെങ്കിൽ ആ വാഹനം ഓടിക്കുന്നവർക്കെതിരെ പിഴ ഏർപ്പെടുത്തുന്നത് കൃത്യമാക്കണം, ശക്തമാക്കണം. അത് കേൾക്കുമ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും ചിന്തിക്കല്ല് എന്തിനാണ് ഫൈൻ അടിക്കുന്നതിനെക്കുറിച്ച് പറയുന്നത്. കാരണം പല നിയമങ്ങളും വാക്കാൽ പറയുമ്പോൾ ആളുകൾ അത് അനുവർത്തിക്കാതിരിക്കുമ്പോൾ ശരിക്കും ഹെൽമറ്റ് വെക്കണമെന്ന് അറിയാവുന്നവർ പോലും ഹെൽമറ്റ് വെക്കാതെ സഞ്ചരിക്കുമ്പോൾ പിഴ ഈടാക്കുന്നത് കൊണ്ട് ഹെൽമറ്റ് വെച്ച ആളുകൾ പോകാറില്ലേ? അവരുടെ സ്വന്തം തലയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണെന്ന് അറിയാമെങ്കിലും ഈ ഹെൽമറ്റൊന്നും വെക്കാത്തവരെ പിഴ ഈടാക്കിയെങ്കിൽ മാത്രമേ ഹെൽമറ്റ് വെക്കത്തുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരു നാട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പിഴ ഈടാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനിയും അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ മരിക്കാതിരിക്കട്ടെ എന്ന ഒരു പാഠം പറഞ്ഞുകൊണ്ട് ഈ പാഠകഥ അവസാനിപ്പിക്കുകയാണ്. 2 ദിവസം മുമ്പേ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരുപക്ഷെ ആളുകൾ സെൻസിറ്റീവായിട്ട് ഞാൻ പറയുന്നതിനെ എടുക്കുമെന്നുള്ളൊരു ചിന്ത കൊണ്ടാണ് ഈ പാഠകഥ നേരത്തെ ഈ വിഷയം ഞാൻ ചെയ്യാഞ്ഞത്. എന്താണെങ്കിലും ഇത് വളരെ അത്യാവശ്യമായി ആളുകളിലേക്ക് എത്തേണ്ട ഒരു സന്ദേശമാണെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ആസാദിയുടെ പ്രഷറുടെ മുമ്പിൽ ഈ സന്ദേശം എത്തിച്ചെന്ന് മാത്രം. ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.